ഹായ് ഗുഡ് മോർണിംഗ് കിച്ചു. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആ ഇന്ന് കിച്ചുവിന്റെ വ്ളോഗാണ്. കിച്ചു എന്താ പറയാ, കഴിഞ്ഞ സീനിയർ KGയില് പിക്നിക്കിന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളിതിന് ഇതാകെ അത്രയേ ഉള്ളൂ, ഇതിനെ വിട്ടിട്ടില്ല. അപ്പൊ ഇന്നലെ പോകണം എന്നവൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും പിക്നിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം കിച്ചുവിനെ വിടാന്ന് വിചാരിച്ചു അല്ലേ. ഹൗ യു ഫീൽ? നൈസാ. അപ്പൊ കിച്ചു കുറെ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ എത്ര ടുമാറോ എന്നാ ചോദിക്കുക. അങ്ങനെ ടുമാറോ കഴിഞ്ഞിട്ട് ഇന്ന് എവിടെയായി? ഇന്ന് ടുഡേ ആയി. ഇന്നാണ് പിക്നിക് ഇല്ലേ? എത്ര മണിക്കാ പിക്നിക്? ഓക്കെ, ഇപ്പൊ 7:30 ആയി. 7:15 കിച്ചുവിനെ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ കിച്ചുവിന്റെ ലൈഫിലെ ആദ്യത്തെ പിക്നിക്കാണ്. സാധാരണ കിച്ചു നമ്മളെ കൂടിയാണ് എല്ലായിടത്തും കറങ്ങാൻ വരുന്നത്, എല്ലായിടത്തും അല്ലെ. ഇപ്പൊ നമ്മളൊന്നും ദേവും അമ്മയും അച്ഛയൊന്നും ഇല്ലാണ്ട് കിച്ചുവിന്റെ ഫ്രണ്ട്സിന്റെ കൂടിയും ടീച്ചറെ കൂടിയും അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലെ. ആണോ? പറയൂ. കിച്ചിന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, പോണോ വേണ്ടിയോന്ന്. അങ്ങനെയുണ്ടാ? അങ്ങനെയുണ്ടാ? ഇല്ല, ത്രില്ലല്ലേ? ഓക്കെ. അതെ, വൈകുന്നേരം കൂട്ടാൻ വരൂലേ, എത്ര മണിക്കാ വരുവാന്നല്ല ഒരു ചോദ്യം ചോദിച്ചു. അപ്പം പിന്നെ ഏതായാലും കിച്ചുവിന്റെ പിക്നിക്ക് കഴിഞ്ഞിട്ടാകുമ്പോ ഇനി നമുക്ക് സംസാരിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കിച്ചുവിനെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പിക്നിക്കിന് വിടാം. അങ്ങനെ കിച്ചു ബാക്ക് പാക്ക് ഒക്കെ സെറ്റായി, റെഡിയായി, ഫുള്ള് ത്രില്ലിലാണ്. കിച്ചുവിന് ഇതാ പേച്ചൽ ഒട്ടിച്ചിട്ടാ ഇവിടുന്ന് നമ്മള് വോമിറ്റിങ് വരുന്നുണ്ട്. 2 സൈഡിൽ ഒട്ടിച്ചിട്ടാ. ഓക്കെ, അപ്പൊ പോവാന്നാല്. ഓക്കെ, അപ്പൊ നമ്മള് കിച്ചുനെ സ്കൂളിൽ വിടാൻ പോവാണ്. പിക്നിക്കിന് ബസ്സെല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഏത് ബസ്സാന്ന് അറിയില്ല അല്ലെ. കിച്ചുനെ നമ്മള് ലോക്കലി ഞാൻ തന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്കൂൾ ബസ്സിലാണെങ്കിലും ഏത് ബസ്സിലാണെങ്കിലും അതിലൊരു എക്സ്പീരിയൻസ് ആണ്. ബിഗ് ബസ് ആയിരിക്കും. ഓക്കെ, അവിടെ പോയിട്ട് നോക്കാത്. അതൊന്നുമില്ല, അതിന് നാട്ടിൽ പോകുന്ന കൽപ്പക ഗോൾഡൻ ബസ്സിലല്ലോ ആണ് സ്ലീപ്പർ. അതല്ലേ ഓരതാ കണ്ടില്ല, അതാ പറഞ്ഞത്. അപ്പൊ ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ബൈ. അങ്ങനെ പിക്നിക്കിന് പോകുന്ന കുട്ടികളൊക്കെ അവരെ ക്ലാസ്സിൽ പോയി. അവരെ വിട്ടിട്ട് പേരൻസൊക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. അവരെയൊക്കെ ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ പുറത്തു നിന്നുള്ള ബസ്സല്ല, ഈ സ്കൂൾ ബസ്സിൽ തന്നെയാണ് ഇവർ പോകുന്നത്. അങ്ങനെ ബസ് ഓരോന്നായിട്ട് വരുന്നുണ്ട്. 3-4-5 ബസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ പേരൻസും അവരവരെ കുട്ടികളെ സെർച്ച് ചെയ്യാണ്. ഞാനും എൻ്റെ കിച്ചുവിനെ നോക്കിയിരിക്കുകയാണ്. ഇത് ഏതിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇതാ കിച്ചുവിൻ്റെ ക്ലാസ് ടീച്ചറെ കാണുന്നുണ്ട്. അപ്പം ഈ ലൈനിൽ കിച്ചു വരുന്നുണ്ടാവും. കിച്ചുവിൻ്റെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഈ ബസ്സിലാണ് കയറിയത്. പക്ഷേങ്കിൽ ബസ് ഫുള്ളായതുകൊണ്ട് കിച്ചുവിനെയും കുറച്ച് കുട്ടികൾക്കും കയറാൻ പറ്റിയില്ല. അപ്പം ഞാനും ചെറുങ്ങനെ ടെൻഷനായി. അവൻ്റെ ഫ്രണ്ട്സെല്ലാം അപ്പുറം സെപ്പറേറ്റഡ് ആയാലും പിന്നെ അതൊരു പ്രശ്നമല്ലേ. എന്തോ ലക്കിലി അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എന്നിട്ട് എല്ലാവരും കൂടി വേറെ ബസ്സിൽ കയറി.
അങ്ങനെ കിച്ചു എവിടെയാ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. ബസ്സിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഭയങ്കര മണ്ണായതുകൊണ്ട് ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. കിച്ചു നമ്മളെ പുറകിൽ ഇരുന്നിട്ടുണ്ട്. കിച്ചുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് രാജരാജൻ, എപ്പോഴും പറയുന്നതാണ്. അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പുള്ളി നല്ല ഹാപ്പിയാണ്, ത്രില്ലിലാണ്. ഈ ബസ്സിൽ അവൻ ആദ്യമായിട്ടാണ് പോകുന്നത്, സ്കൂൾ ബസ്സിൽ. അങ്ങനെ അടിപൊളി, അവൻ ഹാപ്പിയാണ്. എന്നെ കണ്ട് ഫാദർ ഫോട്ടോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ. കണ്ടോ, അതാണ് ചെക്കൻ, ഫുൾ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ഡ്രൈവർ ബസ് എടുക്കുകയാണ്. വണ്ടി ഓരോന്നായിട്ട് ഇപ്പം സ്റ്റാർട്ടാവും. അങ്ങനെ മൊത്തം 8 ബസ്സിലായിട്ടാണ് ഇവർ പിക്നിക്കിന് പോകുന്നത്. അങ്ങനെ വണ്ടി വിട്ടു. ഇനി വൈകുന്നേരം ഏകദേശം ഒരു 5 o'clock ആകുമ്പോഴേക്കിൽ തിരിച്ചു വരുന്ന പറഞ്ഞ് അന്നേരം കൂട്ടാൻ വരണം. അങ്ങനെ രാവിലെ 8:30 കിച്ചു പിക്നിക്കിന് പോയിട്ട് ഇപ്പം വരാനായി. 5:15 വരുന്നതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്തായെന്ന് അറിയില്ല. ഏതായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. വണ്ടി ഇപ്പം വരും. ഏകദേശം അതിനൊരു 10 minutes കൂടി ഉണ്ട്. 5:10-15 വരുന്നതാണ് പറഞ്ഞത്. 15 minutes ഉണ്ട്. രാവിലത്തിനെക്കാട്ടിയും പേരൻസ് വൈകുന്നേരമാണ് വന്നത്. എന്താ വെച്ചാൽ രാവിലെ ബസ്സിൽ വിടുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ഞാൻ കിച്ചുവിനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവൻ്റെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കിച്ചു വന്നു. ഓക്കെ, കിച്ചു ഓടി പോകുന്നുണ്ട്. അങ്ങനെ കിച്ചു വന്നിട്ടുള്ളത് നമ്മൾ പിക്നിക് കഴിഞ്ഞിട്ട്. സോ ആർ യു ടയർഡ് ടുഡേ? ഹൗ വാസ് ദ ട്രിപ്പ്? ഹൗ വാസ് ദ പിക്നിക്? യു എൻജോയ്ഡ് വെൽ? നെക്സ്റ്റ് ഇയർ ഓൾസോ യു ആർ ഗോയിങ്? യു വിൽ ഗോ? സോ യു എൻജോയ്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്? ഓക്കെ. അങ്ങനെ കിച്ചു പിക്നിക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണുള്ളത്. കിച്ചു, ഹൗ വാസ് ദ പിക്നിക്? അടിപൊളിയായിരുന്നോ? അടിപൊളിയായി. അതെയാ. ബസ്സിൽ എവിടെ ഇരുന്നേ?
വെരി ബാക്കിലായിരുന്നു. കിച്ചു ആദ്യമായിട്ടാണ് സ്കൂൾ ബസ് പോയേ അല്ലേ? നൈസായിരുന്നു. സ്കൂൾ ബസ് ഇഷ്ടാ? നീ ഇപ്പം പറയില്ലേ ബസ് പോണം. ബസ്സാണോ നല്ലത്? നൈസാ. ഓക്കെ. എന്നിട്ട് തുള്ളിട്ടാ പോയേ അല്ലേ? ബസ് എന്താ തുള്ളി? നീ ബാക്കിൽ ഇരുന്നോണ്ടാണ് ഭയങ്കരമായിട്ട് ജമ്പായത്. ഇഷ്ടായി? തുള്ളി പോകുന്നത് ഇഷ്ടായി? ഓക്കെ. ആ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മള് ബാഗ് വെക്കാൻ പോയി ഗ്രൗണ്ടിൽ. ഓക്കെ. ബാഗ് വെച്ചിട്ട് നമ്മള് ഗെയിംസ് കളിക്കാൻ പോയി. എന്ത് ഗെയിംസ് ഉണ്ടായേ? ഒരു ബോട്ടിന്റെ ഗെയിം. ബോട്ടാ? ഫുള്ള് വാട്ടർ ഉണ്ടായിനി? വാട്ടറിലാ ബോട്ട്? ഓക്കെ. ഒരു സർക്കിള് വാട്ടർ ഉണ്ടാവും. നമ്മൾ അത് കുടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ പോവും. ഓക്കെ. ലഞ്ച് കഴിച്ചിട്ടില്ല, നീ മറന്നുപോയി കളിച്ചിട്ട്. നൂഡിൽസാ? ആ, ഐസ്ക്രീം കഴിച്ചാ? ഓക്കെ. നീ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെയായിരുന്നാ? ആരല്ല? രാജരാജു ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ കിച്ചു, അങ്ങനെ നമ്മളെ കിച്ചുവിന്റെ പിക്നിക് കഴിഞ്ഞിട്ട് കിച്ചു വന്നിട്ട് കിച്ചു ഹാപ്പി ആയി എന്നാണ് കിച്ചു പറയുന്നേ അല്ലേ? കിച്ചു അച്ഛന്റെ കൂടി അമ്മേന്റെ കൂടിയല്ലോ സാധാരണ പോലെ അല്ലേ? അപ്പൊ ഇപ്രാവശ്യം കിച്ചു എന്ത് ചെയ്ത് ഒറ്റക്ക് ഫ്രണ്ട്സിന്റെ ടീച്ചറിന്റെ കൂടെ പോയി അല്ലേ? എന്നിട്ട് നമ്മളെ മിസ്സായോ? ഞാനില്ല. അച്ഛനും അമ്മേനൊന്നും മിസ്സായിട്ടൊന്നുമില്ല. ഓക്കെ. നീ കരഞ്ഞില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ കിച്ചുവിന്റെ പിക്നിക് വ്ളോഗ് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വ്ളോഗ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലെ കിച്ചു? ഇത് കിച്ചുവിന്റെ ഫസ്റ്റ് പിക്നിക് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു വ്ളോഗ് ആക്കിയതാണ്. എല്ലാ പിക്നിക്കിലൊന്നും നമ്മൾ വ്ളോഗ് ഒന്നും ആക്കൂല കേട്ടോ. ഓൺലി ഫസ്റ്റ് വൺ ടൈം. ഫുൾ ടൈം? 2 ടൈം. ഓക്കെ. ബൈ.